നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ നിലപാട് ലോകത്തെ അറിയിക്കാനും പിന്തുണ തേടാനുമുള്ള ശക്തമായ നയതന്ത്ര നീക്കത്തിലാണ് നമ്മൾ തുടക്കം ഇടുന്നത്. പാർലമെന്റ് അംഗങ്ങളടക്കം ഉൾപ്പെടുന്ന 7 സർവകക്ഷി പ്രതിനിധികളാണ് പ്രധാന ലോകരാജ്യങ്ങളുടെ തലസ്ഥാനത്തേക്ക് പുറപ്പെടുക. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ കാത്തിരുന്നത് 15 ദിവസമാണ് തിരിച്ചടിക്ക്. ഇതിനിടയിൽ മിക്ക പ്രധാന രാജ്യങ്ങളുമായും ബന്ധപ്പെടുകയും തിരിച്ചടിയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു നമ്മൾ. അത്രത്തോളം പക്വമായി നാം നേരിട്ട ഭീകരത കൈകാര്യം ചെയ്ത രാജ്യമാണ് ഭാരതം. ഇപ്പോൾ വീണ്ടും ലോകത്തേക്ക് ഇന്ത്യയുടെ സംഘം ഇറങ്ങുകയാണ്. ആഭ്യന്തര സുരക്ഷയ്ക്ക് വിഘാതമാകുന്നതിനെയെല്ലാം തട്ടിത്തെറിപ്പിക്കാനുള്ള അവകാശം തേടി ഭീകരത എന്ന ലോകം നേരിടുന്ന മഹാവിപത്തിനെ കൈകാര്യം ചെയ്യാനുള്ള പിന്തുണ തേടി. ഒറ്റ ലക്ഷ്യമാണ്: പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണം. യുദ്ധം ലക്ഷ്യമല്ല എന്ന് ആവർത്തിക്കുമ്പോഴും ഒട്ടും മാന്യതയില്ലാത്ത തെമ്മാടി രാഷ്ട്രത്തിൻ്റെ പ്രവൃത്തി വെച്ചുപൊറിപ്പിക്കാനുമാവില്ല. നമ്മുടെ പ്രതിനിധികൾ ഇറങ്ങുകയാണ്. പാകിസ്ഥാനെ തുറന്നു കാട്ടുമോ? പ്രത്യേക ചർച്ച ഈ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, കേംബ്രിഡ്ജ് മേയർ, ഈ വിഷയത്തിൽ ചേരുന്നു. മിഥുൻ വിജയകുമാർ, വിദേശകാര്യ നിരീക്ഷകൻ. ശ്രീ ജോസഫ് ആന്റണി, വിദേശകാര്യ നിരീക്ഷകൻ. ഒപ്പം ശ്രീ കേണൽ ഡിന്നി, ഡിഫൻസ് വിദഗ്ധൻ, ഈ ചർച്ചയുടെ ഭാഗമാകും. ശ്രീ ജോസഫ് ആന്റണി, നമുക്കറിയാം, ഈ നമ്മൾ നേരിട്ട വല്ലാത്തൊരു ആഘാതമുണ്ട്. ഇപ്പോൾ അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ഉണ്ടായി, തിരിച്ചടിച്ചു വലിയ തോതിൽ. പാകിസ്ഥാനെ ആ തരത്തിൽ നമുക്ക് തകർക്കാനുള്ള പശ്ചാത്തലമൊക്കെ ഉണ്ടായി. യുദ്ധം വേണ്ട എന്ന് ഇങ്ങോട്ട് വന്ന് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള തരത്തിലുള്ള തിരിച്ചടിയൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോഴും ഭീകരത അവസാനിച്ചിട്ടില്ല. ഏത് നിമിഷവും സംഭവിക്കാം. ഇതിനൊക്കെ നമുക്ക് വേണ്ടത് ലോകരാജ്യങ്ങളുടെ പിന്തുണയാണ്. ഒപ്പം കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുകയാണ് ആരാണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലെന്നുള്ളത്. അതായിരിക്കുമല്ലോ ഏറ്റവും വലിയ ലക്ഷ്യമല്ലേ? നമ്മൾ 2-3 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ഡെലിഗേഷനുമായിട്ട് ഇറങ്ങുമ്പോൾ ഒന്ന്, നമ്മൾ 2001 മുതൽ കണ്ട ഈ ഭീകരതയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നൊരു ലോകമല്ല ഇപ്പോൾ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പിന്നെ 1990-80കളുടെ അവസാനം മുതൽ ഭീകരത, നമ്മൾ അതിൻ്റെ അനുഭവവും ദുരിതവും ഒക്കെ പേറുകയും അത് ഇങ്ങനെ പാകിസ്ഥാനിൽ നിന്നും ഭീകരത ഉണ്ടാകുന്നു എന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അന്നൊന്നും പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ളവരാരും അത് അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ 2001 ആക്രമണം ഉണ്ടായതിന് ശേഷമാണ് നമ്മളുടെ വേദന അവർക്ക് കൃത്യമായി മനസ്സിലായത്. അപ്പോൾ അന്ന് മുതൽ അവർ വളരെ ശക്തമായി ഇത്തരം കാര്യങ്ങൾ ചെയ്തെങ്കിലും ഇപ്പോൾ വീണ്ടും ഈ ഭീകരത ഈ പ്രമുഖ രാഷ്ട്രങ്ങളുടെ ഒന്നും അജണ്ടയിൽ ഗൗരവമായിട്ടില്ല. അങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീകരതയെ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായും അതിൽ കാണുന്ന ഒരു കാര്യം, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ലോകത്തോട് പറയുന്നുണ്ടെങ്കിലും ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു നറേറ്റീവ്, ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു ആഖ്യാനം എന്നുള്ളത് ഈ പാകിസ്ഥാൻ പറയുന്നതിന് കുറച്ചുകൂടെ പ്രോമിനൻസ് കിട്ടുന്ന ആഖ്യാനങ്ങളാണ് വാസ്തവത്തിൽ വരുന്നത്. അതാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളി. ഈ വെല്ലുവിളി നേരിടുന്നതിന് വാസ്തവത്തിൽ നമ്മൾ ഈ ഡെലിഗേഷൻ എന്ന് പറയുന്ന വാസ്തവത്തിലൊരു തൊലിപ്പുറമെയുള്ള ചികിത്സയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ കാണേണ്ടത്, നമ്മൾ പറയുന്നത് രീതിയിലുള്ള ആഖ്യാനങ്ങൾ ലോക മാധ്യമങ്ങളിൽ ലോക നേതാക്കളും ശ്രവിക്കുകയും അനുസരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് വാസ്തവത്തിൽ നാം ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, നമുക്ക് ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യൻ ഫെയർ എന്ന് പറയുന്ന അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിലെ ഡിപ്ലോമാറ്റിക് കോറിലെ ഒരു ലേഡി എഴുതിയൊരു ലേഖനമുണ്ട്. അവർ പറയുന്നത്, ഞങ്ങൾ പാകിസ്ഥാനിൽ വരുമ്പോൾ പാകിസ്ഥാനിൽ ഞങ്ങൾക്ക് എവിടെ പോകണം, ഏത് മിലിറ്ററി ക്യാമ്പിൽ പോകണം, ഏത് മിലിറ്ററിയുടെ ഏറ്റവും ഉന്നതനായ വ്യക്തിയെ കാണണോ, അങ്ങനെ കാണണമെങ്കിൽ അവർ ഞങ്ങളെ നല്ല രീതിയിൽ സ്വീകരിക്കുകയും ഇവരുടെ എല്ലാം സ്ഥലത്ത് പോയി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നു. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും ഇത്തരം സേനാ മേധാവികളെ ആരെങ്കിലും കാണണമെങ്കിൽ ഈ ബ്യൂറോക്രാറ്റിക് പ്രശ്നം, ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങൾ, റിജിഡിറ്റി വളരെ വലിയ പ്രശ്നമായി മാറുകയും അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള വിവരം ഇന്ത്യയിൽ നിന്നും അറിയാൻ കഴിയുന്നില്ല എന്നൊരു പരാതി ഉന്നയിക്കുന്നുണ്ട്. ഒരു കാര്യം. രണ്ടാമത്തേതെന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ ഈ മാധ്യമമാണ് വാസ്തവത്തിൽ അജണ്ടകൾ നിശ്ചയിക്കുന്നത്. അങ്ങനെ അജണ്ടകൾ നിശ്ചയിക്കുന്ന ഈ ലോകത്ത് നമുക്കറിയാം, ഈ ചൈനയ്ക്ക് ഇപ്പോൾ അൽ ജസീറ എന്ന് പറയുന്ന ചാനലുണ്ട് ഖത്തറിന്. ചൈനയ്ക്ക് CGTN എന്ന് പറഞ്ഞ ചാനലുണ്ട്. CGTN ചാനലിന് അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും നെയ്റോബിയിൽ നിന്നും അവർ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചൈന അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ ലോകത്തൊട്ടാകെ അറിയിക്കാനുള്ള മാർഗത്തിലൂടെ അവർ ലോകം മുഴുക്കെ ഈ ഇംഗ്ലീഷ് വാർത്താ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ 2 കാര്യങ്ങൾക്ക് പുറമെ മറ്റൊരു വളരെ
പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത്, നമ്മൾ പിന്നെ 140 കോടി ജനങ്ങളുള്ള രാജ്യം മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി പോകാൻ പോകുന്ന രാജ്യമാണ്. ഈ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വലിയ ലോകശക്തിയായി വളരാൻ ശ്രമിക്കുന്ന രാജ്യത്തിന് ഡിപ്ലോമാറ്റിക് പിന്നെ പേഴ്സണൽ നയതന്ത്ര രംഗത്തെ ഉദ്യോഗസ്ഥന്മാർ എത്ര പേരുണ്ട്? 1000-ൽ താഴെ മാത്രമേ ഉള്ളൂ. അതായത് വെറും 50 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ന്യൂസിലൻഡിന് 885 നയതന്ത്ര ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വെറും 1000-ൽ താഴെ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്കയ്ക്ക് 14,000 പേരുണ്ട്, ചൈനയ്ക്ക് 5,000-ലേറെ പേരുണ്ട്, ജപ്പാൻ 7,500 പേരുണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഡിപ്ലോമാറ്റിക് ഉദ്യോഗസ്ഥന്മാരാണ് വാസ്തവത്തിൽ ലോകത്തെ നമ്മുടെ കാര്യങ്ങൾ അറിയിക്കുകയും നമുക്ക് അനുകൂലമായ വാർത്തകൾ സൃഷ്ടിക്കുകയും ആഖ്യാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അല്ല, അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമുക്ക് അങ്ങനെ ഒരു പിഴവ് ആ രംഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഭീകരത വല്ലാതെ അനുഭവപ്പെടുന്ന രാജ്യമാണ്. നമ്മൾ ശത്രു രാജ്യങ്ങളുടെ നടുക്ക് ജീവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. പലതവണ ആക്രമണങ്ങൾ നേരിട്ട രാജ്യമാണ്. എന്നിട്ടും ആ മേഖലയിൽ നമുക്കൊരു ജാഗ്രത കുറവുണ്ടായി എന്ന് കരുതാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, നമ്മുടെ ഈ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വളരെ കുറവാണെന്ന് വളരെ വർഷങ്ങളായി നമ്മുടെ ഈ നയതന്ത്ര രംഗത്ത് നിൽക്കുന്ന ആളുകളും റിട്ടയർഡായിട്ടുള്ള ആളുകളും ഒക്കെ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എന്നറിയത്തില്ല, ഈ രംഗത്ത് ഒട്ടും തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള, നമുക്ക് നമ്മുടെ അജണ്ടകൾ നിശ്ചയിക്കുകയും നമ്മുടെ അജണ്ടകൾ മറ്റുള്ളവരെ അറിയിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം വാസ്തവത്തിൽ ഡിപ്ലോമാറ്റിക് പേഴ്സണലാണ് നിർവഹിക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകൾക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നമ്മൾ 7 ഗ്രൂപ്പുകളെ നമ്മൾ അയക്കുന്നു. 7 ഗ്രൂപ്പുകളെ അയച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്, ഇപ്പോൾ നമുക്ക് താൽക്കാലികമായി പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചിരിക്കുന്നുവെന്നും പാകിസ്ഥാനെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുന്നുവെന്നും പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ പോലും നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ആക്രമിച്ചതെന്നും ഒരു യുദ്ധം ഒരു കാരണവശാലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുമൊക്കെ പറയുകയും ഭീകരതയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമ്മൾ പറയാനാണ് പോകുന്നത്. ഇങ്ങനെ പറയാനായിട്ട് പോയി പറഞ്ഞു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇത് എത്രമാത്രം ഇമ്പാക്റ്റ് നമ്മുടെ ലോക സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ, ഇപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ടെററിസം എന്ന് പറയുന്ന ഒരു അജണ്ട ഡൊണാൾഡ് ട്രംപിനില്ല. അതല്ലെങ്കിൽ എന്താണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കില്ല, ഫ്രഞ്ച് പ്രസിഡന്റിനില്ല. അവരെല്ലാം നേരിടുന്നത് പ്രശ്നം അവരുടെ ഡൊമസ്റ്റിക് ലെവലിലുള്ള വികസനത്തിൻ്റെയും വളർച്ചയുടെയും ഒക്കെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ അവരെ ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞേക്കാം. പക്ഷേ ഇത് നിലനിൽക്കണമെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടിന്യൂവേഷൻ വേണം ഈ പ്രോസസ്സിന്. ഈ തൽക്കാലം ഈ 7 അംഗ ഡെലിഗേഷൻ കൊണ്ട്, അല്ലെ 7 പ്രതിനിധി സംഘങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്കറിയാം, 51 അംഗ സംഘമാണ്. 51 രാഷ്ട്രീയ നേതാക്കൾ, 8 മുൻ അംബാസഡർമാർ അടങ്ങുന്ന 7 സംഘങ്ങളാണ്. അത് വിവിധ പാർട്ടികളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ, മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള എല്ലാ സർവകക്ഷികളിൽ നിന്നുള്ള പ്രതിനിധികളുമുണ്ട്. ശ്രീ കേണൽ ഡിന്നി, ഇവിടെ ശ്രീ ജോസഫ് ആന്റണി സാർ ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഇതിനൊരു കണ്ടിന്യൂവേഷൻ ആവശ്യമാണ്. കാരണം വർഷങ്ങളായി ഭീകരതയുടെ തിക്തഫലം അനുഭവിക്കുന്ന രാജ്യമാണ്. ഈ ലോകരാജ്യങ്ങളെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. നമുക്കറിയാം, ഈ 15 ദിവസത്തെ ഒരു സാവകാശമൊക്കെ ലഭിച്ച് നമ്മുടെ അംബാസഡർമാരൊക്കെ, അല്ലേ, വിവിധ രാജ്യങ്ങളിലൊക്കെ അന്ന് ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റി ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച്, ആക്രമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മറ്റും. അതിനുശേഷം ഇപ്പോൾ ഡെലിഗേഷൻ പോകുന്നു, വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അതിന് 32 രാജ്യങ്ങളോളം 10 ദിവസ ദൗത്യത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ലോകരാജ്യങ്ങളുടെ പൂർണ്ണമായ ഒരു പിന്തുണ, ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഇത്തരം അക്രമങ്ങൾ ഉണ്ടായാൽ നമ്മളതിന് തിരിച്ചടി നൽകാൻ ലഭിക്കുമെന്നും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനാകുമെന്നും, അല്ലെ പാകിസ്ഥാനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനെങ്കിലും ഇവർക്കൊക്കെ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ നമുക്കുണ്ടോ? നോക്കൂ രഞ്ജിത്ത്, ഞാൻ പ്രൊഫസർ ജോസഫ് ആന്റണി സാർ പറഞ്ഞതിനകത്ത് കംപ്ലീറ്റ്ലി യോജിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള റീസൺ. നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ച്, അല്ലെങ്കിൽ നമ്മൾ ഈ നയതന്ത്ര ലെവലിൽ മറ്റുള്ള രാജ്യത്തിലേക്ക് പോകുന്നതിന്റെ റീസൺ, അതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡെഫിനറ്റ്ലി നമ്മൾ ഈ നറേറ്റീവ് ഇന്ത്യ പാകിസ്ഥാൻ കശ്മീർ ഇഷ്യൂ അല്ല, ഇത് ഭാരതത്തിലേക്ക് പാകിസ്ഥാൻ ചെയ്യുന്ന ഭീകരവാദത്താണ് മെയിൻ ഇഷ്യൂ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ ഇരിക്കുന്നത്. കാരണം വെസ്റ്റേൺ മീഡിയയിൽ പ്രത്യേകിച്ച് അതൊരു ഇന്ത്യ പാകിസ്ഥാൻ, അതിന്റെ ബേസിക് കാരണം കശ്മീരാണ്, അതുകൊണ്ടാണ് ഈ വർഷങ്ങളായിട്ട് ഈ പ്രശ്നം നടക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു, 1000 വർഷമായിട്ട് ഇങ്ങനെ പ്രശ്നം നടക്കുന്നു. അപ്പൊ ആ ഒരു നരേറ്റീവിനെ മാറ്റി ഇത് ഒരു ഭീകരവാദത്തിന്റെ ഇഷ്യൂ ആണ്, ആ ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് ആണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത്, അതിന് ഇന്ത്യ മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അതിനകത്ത് എഫക്ട് വരും, അത് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് ഒന്ന്. രണ്ടാമതായിട്ട് ഒരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് പാകിസ്ഥാൻ ചെയ്യാറുണ്ട്, എപ്പോഴും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അവർ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രാജ്യം എങ്ങനെയാണ് ഒരു ന്യൂക്ലിയർ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഏതെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ തന്നെ എങ്ങനെയാണ് പറയുന്നത്? അത് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ?
അങ്ങനത്തെ ഉള്ള രീതിയിലേക്ക് ഒരു റെസ്പോൺസിബിൾ രാജ്യം പാടുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ലോങ് ടേം സ്ട്രാറ്റജിയാണ്. ഇതൊരു വൺ ഓഫ് സ്ട്രാറ്റജി അല്ല. അതായത് നമ്മൾ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ച് അല്ലെങ്കിൽ അത് ചെയ്തും കൊണ്ട് മാത്രമല്ല, ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ FATF-ലേക്ക് പോകും. IMF-ന്റെ ഓൾറെഡി നമ്മൾ ധാരാളം പ്രഷർ കൊടുക്കുന്നുണ്ട്. IMF ഓൾറെഡി കുറെ വ്യവസ്ഥകൾ വെച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ എന്തൊക്കെയാണ് പാലിക്കേണ്ടുള്ളതെന്ന്. ആ പാലിച്ചാൽ മാത്രമേ പണം തരത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് ഇനി നെക്സ്റ്റ് വരുന്ന അതിനു വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ള ഒരു വന്നിട്ടുണ്ട്. ഇനി FATF-ൽ ഗ്രേ ലിസ്റ്റിലായിരുന്നു. ആ ഗ്രേ ലിസ്റ്റിൽ നിന്നും മാറിയാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ വീണ്ടും ഗ്രേ ലിസ്റ്റിലേക്ക് വരണമെങ്കിൽ ഈ ധാരാളം രാജ്യങ്ങളുടെ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെ ചെന്ന് പറയണം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊക്കെ ഇതിന്റെ ഒരു റിയൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീ രഞ്ജിത്ത്, നമ്മുടെ കഥ പറഞ്ഞില്ലെങ്കിൽ, നമ്മുടെ നരേറ്റീവ് പറഞ്ഞില്ലെങ്കിൽ, ഇപ്പോ വെസ്റ്റേൺ മീഡിയ പാകിസ്ഥാൻ എന്താണോ പറയുന്നത് ബ്രോഡ്ലി ആ രീതിയിലേക്കുള്ള ഒരു കാര്യമാണ്. അതാണ് ക്രിസ്ത്യൻ അവരും പറഞ്ഞത്. അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ശൈലിയാണ്. നോക്കൂ, കശ്മീരിനെ കുറിച്ച് BBC പറയുന്നതാണ് ഫൈനൽ വേർഡ്. പക്ഷെ കശ്മീരിന്റെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് G20 അവിടെ സമ്മിറ്റിൽ ആളുകൾ വന്നപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ അവിടെ വന്നപ്പോഴാണ് അതിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളെ സൈഡ് ഓഫ് സ്റ്റോറിയും അറിയണം. ആ സ്റ്റോറിയും കൂടെ അറിയാൻ വേണ്ടി കൂടെ ആണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നോക്കൂ, ഞാൻ ഇന്ന് ജസ്റ്റ് ഒരു ന്യൂസ് നോക്കിയായിരുന്നു. ന്യൂയോർക്ക് ടൈംസ് പോലത്തെ ഉള്ള ഒരു പത്രം, അതിന്റെ ഒരു ന്യൂസ് ഇന്ന് വന്നേക്കുന്നത്, അതായത് യുണൈറ്റഡ് നേഷൻസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. ഭാരതം റോഹിംഗ്യാസിനെ ബോട്ടിൽ കൊണ്ടുപോയി അവിടെ എവിടെയോ കടലിൽ മുക്കിക്കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും മാധ്യമ, ഇന്ത്യയിലുള്ള ഏതെങ്കിലും മാധ്യമ സ്ഥാപനമോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് വന്നു. പക്ഷെ ന്യൂയോർക്ക് ടൈംസിന് അങ്ങനെ ഒരു ന്യൂസ് വന്നു. ആൻഡ് അവിടുന്ന് ആരോ ഏതോ ഒരു ഒഫീഷ്യൽ പറയാണ് ഇന്ത്യൻ ഗവൺമെന്റ് വന്ന് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം, എങ്ങനെയാണ് അത് അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഇതുപോലത്തെ ഒരു നരേറ്റീവ്സ് ആണ് അവിടെ പോകുന്നത്. അതുകൊണ്ടാണ് ശ്രീ ജോസഫ് ആന്റണി സാർ പറഞ്ഞത്. കാരണം നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലുള്ള പ്രശ്നവും നമ്മുടെ പ്രശ്നങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുമ്പോഴും അത് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ നമുക്കുണ്ടായ ഒരു തിരിച്ചറിവ്, അതിലൊരു വൈകല്യം ഒക്കെ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ടാണ് അതിപ്പോഴെങ്കിലും വൈകിയ വേളയിലെങ്കിലും അത്തരം ഡെലിഗേഷന് പോകുന്നതിന്റെ പ്രസക്തിയും വളരെ വലുതാണ്. അബ്സല്യൂട്ട്ലി അത് തന്നെയാണ്. കാരണം നമ്മൾ ഈ ഒരു കാര്യത്തിൽ കുറച്ച് സ്ലോ ആയിരുന്നു. കാരണം നമ്മളെ ഒരു ശൈലി ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്നത് അതൊരു ഭാരതത്തിന്റെ ഒരു രീതിയാണ്. നമ്മൾ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ നമ്മൾ കൊട്ടിഘോഷിക്കാറില്ല. അതാണ് പണ്ടത്തെ ഒരു നമ്മളെല്ലാവരും എവിടെ ആയാലും ശരി, നമ്മൾ ആ രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ നമുക്ക്, അത് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ പണ്ഡിറ്റ് നെഹ്റു തൊട്ടതായാലും ശരി, അത് നമ്മൾ ചെയ്യുക, നമ്മളെ കാര്യങ്ങൾ ലോകം അത് കണ്ട് മനസ്സിലാക്കും. പക്ഷെ ഇന്നത്തെ കാലം അങ്ങനല്ല. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ കാലത്തും ഇന്നത്തെ ന്യൂ ടെക്നോളജിയുടെ കാലത്തും ആളുകൾക്ക് സ്റ്റോറീസ് എല്ലാം അവരുടെ കയ്യിൽ മൊബൈലിൽ കിട്ടുകയാണ്. അപ്പൊ നമ്മളെ സൈഡ് ഓഫ് സ്റ്റോറി പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള കഥകൾ പറയും. അതിന്റെ ഒരു ഭവിഷ്യത്താണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഇന്ന് ഇത്രയൊക്കെ ആയിട്ടും പാകിസ്ഥാൻ ഇത്ര വലിയൊരു ഒരു തിരിച്ചടി കിട്ടിയിട്ടും അവിടെ ജനറൽ അസീം മുനീറിനെ അവർ ഫീൽഡ് മാർഷലാക്കി. ഒന്ന് ആലോചിച്ച് നോക്കുക, വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ നടക്കുന്ന കാര്യമാണ്. അവരുടെ സൈന്യത്തിന് തിരിച്ചടി കിട്ടി, അവരുടെ ബേസസിനെ ആക്രമിച്ചു, അവരുടെ ടെററിസ്റ്റ് ക്യാമ്പിനെ ആക്രമിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ സൈന്യത്തിന്റെ തലവനെ പിടിച്ച് ഫീൽഡ് മാർഷലാക്കിയാണ്. അപ്പൊ ആ സ്റ്റോറിയാണ് അവരവിടെ ചെയ്യാൻ നോക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം ഒരു ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു ഡെലിഗേഷന്റെ കോമ്പോസിഷൻ, അതിനകത്തുള്ള ആളുകളുടെ ആ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്ന്, ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന്, ഡൈവേഴ്സ് ആയിട്ടുള്ള റിലീജിയനിൽ നിന്ന്, അങ്ങനെ ഒരു നമ്മുടെ ഭാരതത്തിന്റെ ഒരു എന്താ പറയുക, ഒരു ക്രോസ് സെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു എല്ലാ പാർട്ടികളുടെ ആളുകളും ഉണ്ട്, മിക്കവാറും എല്ലാ പാർട്ടികളിലും ഉണ്ട്, മിക്കവാറും എല്ലാ റീജിയന്റെ ഉണ്ട്, എല്ലാ മതത്തിന്റെ ഉണ്ട്, എല്ലാ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഉണ്ട്. അവർ പോകുമ്പോൾ ഇവിടെ എന്ത് രാഷ്ട്രീയമാണെങ്കിലും ആയിക്കോട്ടെ, അവരെന്ത് രാഷ്ട്രീയം ഇവിടെ ചെയ്യും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാം ഒറ്റ വാക്കിലായിരിക്കും സംസാരിക്കുന്നത്, ഭാരതത്തിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്, ഭാരതത്തിന്റെ ഇൻട്രസ്റ്റിനെ നന്മയെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അവിടെ ചെന്ന് അവരങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നരേറ്റീവ്സ്, അതായത് വെസ്റ്റേൺ മീഡിയാസ് പറയുന്ന പോലത്തെ നരേറ്റീവ്സ് അങ്ങനെ അല്ല എന്ന് വിശ്വസിപ്പിക്കാൻ കുറച്ചുകൂടെ അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു ഡെലിഗേഷന്റെ ഇമ്പോർട്ടൻസും എനിക്ക് തോന്നുന്നു അത് വളരെ കറക്റ്റ് ടൈമിനാണ് പോകുന്നത്, കറക്റ്റ് ഡെലിഗേഷൻ ആണ് പോകുന്നത്. അതിനകത്ത് എടുത്തിട്ടുള്ള ഓരോരുത്തരും അവർ കോമ്പറ്റന്റ് ആണ്, അവർ അതിനകത്ത് ഭാരതത്തിന്റെ ഇൻട്രസ്റ്റ് കാത്തു സൂക്ഷിക്കാൻ പറ്റിയുള്ള കഴിവുള്ളവരാണ് പോകുന്നതെന്നാണ് ഏറ്റവും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ജോസഫ് സാർ, ഇവിടെ ഈ പാകിസ്ഥാനും സമാനമായ ഒരു ദൗത്യത്തിന് ഒരുങ്ങുകയാണ്. ബിലാവൽ ഭൂട്ടോയാണ്. നമുക്കറിയാം ബിലാവൽ ഭൂട്ടോ ഈ സമയത്തൊക്കെ എത്ര നിശിതമായാണ് നമ്മളെ വിമർശിച്ചത്, എന്തൊക്കെ തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച ആളാണ്. അയാളാണ് ഇപ്പോൾ അവരുടെ സംഘത്തെ നയിക്കുന്നത്. ഇന്ത്യക്ക് ബദലായി അന്താരാഷ്ട്ര സമാധാന സംഘത്തെ നയിക്കാൻ വേണ്ടി അയാളെ വിടുകയാണ്. പാകിസ്ഥാനും ഇത്തരം നയതന്ത്രപരമായ നടപടികളിലൂടെ പോവുകയാണ്.
അല്ല, നമ്മൾ പിന്നെ അവിടെ രസകരമായൊരു കാര്യം, ഈ ചോരപ്പുഴ ഒഴുക്കും, അതായത് സിന്ധു നദീജലം തടഞ്ഞാൽ ഈ വെള്ളമൊഴുകുന്ന സ്ഥലത്തിലൂടെ ചോരപ്പുഴ ഒഴുക്കുമെന്ന് പറഞ്ഞ ഒരു യുദ്ധക്കൊതിയനായിട്ടുള്ള ആളിനെയാണ് ഈ പാകിസ്ഥാൻ്റെ കാര്യങ്ങൾ വ്യാഖ്യാനിക്കാനായിട്ട് വിടുന്നത്. ആരാ വിടുന്നത്? ഇവിടെ പിന്നെ ശ്രീ കേണൽ ഡീന് പറഞ്ഞതുപോലെ അസീം മുനീറാണ് വിടുന്നത്. അസീം മുനീർ ഇവിടെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ പാകിസ്ഥാൻ ഗവൺമെൻറ് ഫീൽഡ് മാർഷലാക്കിയെന്ന്. പാകിസ്ഥാൻ ഗവൺമെൻറ് അല്ല ഫീൽഡ് മാർഷലാക്കിയത്, അസീം മുനീർ തന്നെ അസീം മുനീറിനെ ഫീൽഡ് മാർഷലാക്കിയതാണ്. കാരണം അവിടെ കാര്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കാൻ അദ്ദേഹമാണ്. പിന്നെ സേനാധിപനും 3 വർഷം എന്നുള്ളത് 5 വർഷമാക്കിയ അദ്ദേഹമാണ്. അതായത് ഈ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ, നമുക്ക് ഇവിടെ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞ പോലെ, ഭീകരാക്രമണം ഉണ്ടാക്കിയത് അദ്ദേഹമാണ്, ഇതിനെല്ലാം എല്ലാ കളങ്ങളും ഒരുക്കിയ അദ്ദേഹമാണ്. അദ്ദേഹം തന്നെ വാസ്തവത്തിൽ പിന്നെ എന്താണ് ബിലാവൽ ഭൂട്ടോ നമുക്കറിയാം, ഒരുപാട് വളരെ പ്രൊവോക്കേറ്റീവായിട്ടുള്ള സംഭാഷണങ്ങൾ നടത്തിയ ആളാണ്. നമുക്കറിയാം ഇവിടെയാണ് നമ്മൾ വിജയിക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ ബിലാവൽ ഭൂട്ടോയെ പോലുള്ള ഒരാളിനെ വളരെ അഗ്രസീവായിട്ട് ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കും, ഞങ്ങൾ രക്തപ്പുഴ ഒഴുക്കുമെന്ന് പറഞ്ഞ ഒരാൾ വ്യാഖ്യാനിക്കാൻ അവരുടെ കാര്യങ്ങൾ പറയാൻ പോവുകയും നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു കാരണവശാലും, അതായത് നമ്മൾ ഈ തിരിച്ചടി നടത്തിയപ്പോൾ തന്നെ നമ്മൾ അതിന് തൊട്ട് പിന്നാലെ നമ്മൾ പറഞ്ഞെന്താണ്, ഞങ്ങളെ ആക്രമിച്ചതിന് ഞങ്ങൾ തിരിച്ചടി കൊടുത്തു, ഞങ്ങളിനി ഒരു സംഘർഷം ആഗ്രഹിക്കുന്നില്ല, ഇത് യുദ്ധത്തിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്, പക്ഷേ ഞങ്ങളെ തിരിച്ചടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കാരണവശാലും, അതാണ് നമ്മൾ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഒന്നാണ്. അതായത് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഈ ഓരോ ഡെലിഗേഷനെയും സംഘടിപ്പിച്ചിരിക്കുന്നതും ആ തരത്തിലാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പാർട്ടിയിലെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള മതങ്ങളിലെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിലെ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, അതൊരു ഭയങ്കരമായ സന്ദേശമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, ഞങ്ങൾ ഒരു ഘട്ടത്തിലും ആണവായുധം ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ആണവായുധം ഉപയോഗിക്കുമെന്ന് പറഞ്ഞത് പാകിസ്ഥാനാണ്. ഞങ്ങൾ ഒരു ഘട്ടത്തിലും യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങളെ ആക്രമിച്ചപ്പോഴാണ് നമ്മുടെ ആക്രമണത്തിൻ്റെ സവിശേഷത തന്നെ ലോകമൊട്ടാകെ എന്തുകൊണ്ട് നമ്മളെ പിന്തുണച്ചത്, നമ്മളെ പിന്നെ വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾ, നോൺ കോമ്പാറ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ, അതിൽ തന്നെ ആളുകളെ മതം നോക്കി മാറ്റി നിർത്തി പിന്നെ ഇങ്ങനെ നിഷ്ഠൂരമായി വധിച്ചപ്പോഴാണ് വാസ്തവത്തിൽ ലോകം തന്നെ ഞെട്ടി. നമുക്ക് മാത്രമല്ല വേദന ഉണ്ടായത്, ലോകം മുഴുവൻ ഞെട്ടിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അസീം മുനീർ സംഘടിപ്പിച്ച പിന്നെ ആക്രമണം, ബിലാവൽ ഭൂട്ടോയും പിന്നെ ഇസാഖ് ദർ ഇപ്പോൾ പിന്നെ ചൈനയിലേക്ക് പോയിരിക്കുകയാണ്, കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ കാരണം ഞങ്ങൾ ആരുമില്ല, അത് ലോകത്തൊട്ടാകെ ഒറ്റപ്പെടുന്ന ഘട്ടത്തിൽ ആകെയുള്ള പിടിവള്ളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇസാഖ് ദർ ചൈനയിലേക്ക് പോയിരിക്കുന്നത്. അപ്പം നമ്മുടെ അതേസമയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കയിലേക്ക് പോകുന്നു, യൂറോപ്പിലേക്ക് പോകുന്നു, പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു, ആഫ്രിക്കയിലേക്ക് പോകുന്നു. എന്താ ഇതിൻ്റെ കാര്യം? ലോകത്തെ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയും ലോകം നമ്മളെ വിശ്വാസത്തിലെടുക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ജനാധിപത്യപരമായി, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അംഗങ്ങളാണ് പോകുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചെന്നിട്ട് ലോകത്തൊട്ടാകെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. നമുക്കറിയാം ശശി തരൂരിനെ പോലെയുള്ള ഒരാളിന് വാസ്തവത്തിൽ ഇന്ത്യക്ക് പുറത്ത് ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ട. അപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ വളരെ ക്ലിയറാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിടാനെടുത്ത തീരുമാനം നല്ലതാണ്. എന്നാൽ ആ തീരുമാനത്തിൽ കൊണ്ട് മാത്രം നമ്മൾ അവസാനിപ്പിക്കരുത്, അതിനൊരു തുടർച്ച ഉണ്ടാകണം. ആ തുടർച്ച ഉണ്ടായാൽ മാത്രമേ, തുടർച്ച എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ, അതായത് സംഘടനാപരമായ തുടർച്ച ഉണ്ടാവണം, ഭരണപരമായ തുടർച്ച ഉണ്ടാവണം, തീരുമാനങ്ങൾ ഉണ്ടാവണം. ഈ തീരുമാനങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ആളുകൾ പോയി ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇമേജിനെ ബിൽഡ് ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാനും. അതായത് ഇതുവരെ പിന്തുടർന്നു വന്ന രീതി ആവരുത് നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളിൽ തലത്തിൽ. കാരണം നമുക്ക് അത്തരം കാര്യങ്ങളിലും പുതിയ ലോകക്രമമാണ്, യുദ്ധം ആഗ്രഹിക്കാത്ത ലോകമാണ്. ഡൊണാൾഡ് ട്രംപിനെ പോലെ എല്ലാ കാര്യത്തിനും മധ്യസ്ഥത വഹിക്കുകയും ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ലോകത്തോട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കാലമാണ്. ശ്രീ ബൈജു തിട്ടാല, ഇവിടെ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പോകുന്നത് US-ലേക്കാണ്. അവിടെ അതിൽ നമുക്കറിയാം പ്രധാനപ്പെട്ട തേജസ്വി സൂര്യ MP ഉണ്ട്, മിലിന്ദ് ദേവറയുണ്ട് ശിവസേനയുടെ, സർഫറാസ് അഹമ്മദ് MP ഉണ്ട് JMM-ൻ്റെ, ശാംഭവി MP ഉണ്ട് LJP-യുടെ, രാംവിലാസ് പാസ്വാൻ്റെ, ഹരീഷ് ബാലയോഗിയുടെ TDP-യുടെ, അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഒരു പരിച്ഛേദം എന്ന് വേണം പറയത്തക്ക രീതിയിലുള്ള സംഘം പോവുകയാണ്. പക്ഷേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് ട്രംപിനെയാണ്, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭരണകൂടത്തെയാണ്. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെക്കുറിച്ച് പലതവണ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പാകിസ്ഥാനെ ഒറ്റയ്ക്ക് കുറ്റപ്പെടുത്താൻ തയ്യാറാകാത്ത ഒരാൾ കൂടിയാണ് ട്രംപ്. കാരണം ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം, രണ്ടുപേരും തീർത്തുകൊള്ളും, നിങ്ങൾ രണ്ടുപേരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാണ്, കശ്മീരിൽ പോലും ഇടപെടാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരാളോടാണ് നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പോകുന്നത്. അതെങ്ങനെ അയാൾക്ക് മനസ്സിലാകുമെന്നുള്ളൊരു പ്രശ്നമല്ലേ? തീർച്ചയായും. അതായത് രണ്ടാമത് ജോസഫ് ആന്റണി സാറിനോട് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. അതായത് അവിടുന്നും പോവുകയാണ് ആളുകൾ. നമ്മളിപ്പം ഇതിനെ ചർച്ച ചെയ്യുന്നത് നമ്മളൊരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് മാത്രമാണ്. ലെറ്റ് മീ പുട്ട് ഇൻ എ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. അതായത് ഈ
പാകിസ്ഥാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിപ്ലോമാറ്റിക് ഒഫൻസീവ്, അതിൽ നമ്മൾ മറ്റു രാജ്യങ്ങളോട് പറയുകയാണ്, ഇൻക്ലൂഡിങ് ഡൊണാൾഡ് ട്രംപ്, ലുക്ക് ഇവർ ടെററിസ്റ്റ് ബാക്കപ്പ് ചെയ്യുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് എന്ന് നമ്മൾ അവരോട് പറയുകയാണ്. ഞാൻ നമ്മുടെ ഈ അറ്റാക്ക് തുടങ്ങിയതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ ഓർ ആഫ്റ്റർ നെക്സ്റ്റ് ഡേ ആണെന്ന് എനിക്ക് തോന്നുന്നത്, ഇൻഫർമേഷൻ, അതായത് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മിനിസ്റ്റർ സ്കൈ ന്യൂസിൽ ഒരു 1-to-1 ഇൻ്റർവ്യൂ എടുത്തു. ആ ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നത്, ഈ ഇൻഫർമേഷൻ മിനിസ്റ്റർ പറഞ്ഞത്, പാകിസ്ഥാൻ വി ഹാവ് ദ ബിഗസ്റ്റ് കറ്റാസ്ട്രഫി വെൻ വി കൺഫ്രണ്ട് ടെററിസം. അതായത് ടെററിസത്തിനെ ഞങ്ങൾ ടെററിസത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കറ്റാസ്ട്രഫി ഉണ്ടായിരിക്കുന്നത്, ഞങ്ങളാണ് ഇതിൻ്റെ വക്താക്കൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടനിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തക അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്. 2 ആഴ്ച മുമ്പ് താങ്കളുടെ ഡിഫൻസ് മിനിസ്റ്റർ എൻ്റെ ചാനലിൽ വന്നിരുന്ന് എന്നോട് പറഞ്ഞു, പാകിസ്ഥാൻ ഹാസ് എ ഹിസ്റ്ററി ഓഫ് ബാക്കിംഗ് അപ്പ് ടെററിസം ആൻഡ് ടെറർ പോളിസീസ് ഫോർ ഡെക്കേഡ്സ്. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും പറയുന്നു, ട്രംപ് 2018 ഹാവ് ഈവൻ കട്ട് മിലിറ്ററി അസിസ്റ്റൻസ് ബിക്കോസ് യു ആർ പ്ലേയിങ് ഡബിൾ സ്റ്റാൻഡേർഡ്. അതിനുശേഷം പറഞ്ഞു, പർവേസ് മുഷാറഫ് ഓൺ ഹിസ് ഓൺ അഡ്മിഷൻ നിങ്ങൾ അവിടെ ക്യാമ്പുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം പറയുന്നു, ബനസീർ ഫുളൂട്ടോ അവിടെ പാകിസ്ഥാനിൽ ക്യാമ്പുകളുണ്ട് എന്ന് കൃത്യമായി കൺഫേം ചെയ്യുന്നു. ബിലാവൽ ഭൂട്ടോ എ വീക്ക് അഗോ ഇൻ ഹെർ ഇന്റർവ്യൂ, ഞാൻ അതായത് സ്ത്രീയെ കോട്ട് ചെയ്യാണ്, എന്നോട് അഡ്മിറ്റ് ചെയ്തതാണ് എന്ന് അവൾ പറയുകയാണ്. ബിലാവൽ ഭൂട്ടോ പറഞ്ഞു, വി ഹാവ് എ ഹിസ്റ്ററി ഓഫ് ബാക്കിംഗ് അപ്പ് ദ പോളിസീസ് ഓർ ടെറർ ഓർഗനൈസേഷൻസ് ആൻഡ് അവരെ ബാക്കപ്പ് ചെയ്യുന്ന പോളിസി ഞങ്ങൾക്കുണ്ട് എന്ന് എന്നോട് പറഞ്ഞു എന്ന് അവൾ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും അതേ ഗ്രൗണ്ട് തന്നെ എടുക്കുകയാണ്. പ്ലേയിങ് ദി വിക്ടിം കാർഡ് പ്ലേ ചെയ്തപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ചാനൽ പ്രസന്റിലുള്ള ചോദ്യം ഇതായിരുന്നു, ക്യാൻ യു ടെൽ മീ വേർ വാസ് ഒസാമ ബിൻ ലാഡൻ വാസ് ഫൗണ്ട്? ഒസാമ ബിൻ ലാഡനെ എവിടുന്ന കണ്ടെടുത്തു എന്ന് പറയാമോ? അപ്പം അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, എൻ്റെ കയ്യിൽ കുറെ വീഡിയോ ഉണ്ട്, അതായത് ഇന്ത്യ സിവിലിയനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കുറെ ഫോട്ടോസും വീഡിയോസും ഉണ്ട്. ഇഫ് ഐ സെൻഡ് ദാറ്റ് ടു യു, ക്യാൻ യു ടെലികാസ്റ്റ് ഇറ്റ്? അതിന് ആ സ്ത്രീ പറയുന്ന മറുപടി, വിതൗട്ട് വെരിഫൈങ് ഇറ്റ് വി വുഡ് നോട്ട്. അത് പറഞ്ഞിട്ടും ആ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ, ഇൻഫർമേഷൻ മിനിസ്റ്ററെ കൺസീഡ് ചെയ്യാനോ അക്സെപ്റ്റ് ചെയ്യാനോ ഈ ആൾ തയ്യാറല്ല, ഈ ചാനൽ പ്രവർത്തകർ തയ്യാറല്ല. അതിന് ഫൈനലായി അവർ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, ഈ വെസ്റ്റേൺ ഇന്റലിജൻസ് പറയുന്നത് കംപ്ലീറ്റ്ലി കോൺട്രഡിക്റ്റിംഗ്. നീ എന്ത് പറയുന്നോ അതിന് കൃത്യവിരുദ്ധമായിട്ടാണ് വെസ്റ്റേൺ ഇന്റലിജൻസ് ഉള്ളത്. അതിനർത്ഥം പാകിസ്ഥാനിൽ ടെറർ ക്യാമ്പുകളുണ്ട്, ടെറർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഇത് വെസ്റ്റേൺ മീഡിയയിലെ ഒരു ജേർണലിസ്റ്റ് ഈ ഇൻഫർമേഷൻ മിനിസ്റ്റർ ചലഞ്ച് ചെയ്യാണ്. അതിനർത്ഥം ഇത് കൃത്യമായി ലോകത്തിന് അറിയാവുന്നൊരു കാര്യമാണ് എന്നുള്ളത് നമ്മളെ ആരെയും കോട്ട് ചെയ്യേണ്ട, അവരുടെ തന്നെ ലീഡേഴ്സിനെ കോട്ട് ചെയ്താണ് ഇത് പറയുന്നത്. അപ്പോൾ മിനിഞ്ഞ 2 ദിവസം 3 ദിവസം മുമ്പ് ഞാൻ കണ്ട മറ്റൊരു വാർത്തയാണ്, ഒരു റെസ്പോൺസാണ്. അത് ഏതോ ഒരു വിധാനസഭയിലോ ഏതോ ഒരു ലോക്കൽ ബോഡിയിലോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ബോഡി ഒരു 15 മിനിറ്റ്, അവരുടെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല, പറയുന്നൊരു ഇന്ത്യക്കെതിരെ പറയുന്നൊരു സ്പീച്ചുണ്ട്. അവർ പറയുന്ന ഒരറ്റം മുതൽ ആർട്ടിക്കിൾ 370 കാര്യം പറയുന്നു, RSS ആക്ടിവിറ്റി, ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധിയെ കൊന്ന കാര്യം പറഞ്ഞു, ഗുജറാത്ത് 2 നമ്മുടെ ഗോദ്രാറായിട്ടിലെ ക്ലിയർ പിക്ചർ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് എന്ന് പറയുന്നു. BBC മോഡി ക്വസ്റ്റ്യൻ എത്ര കൃത്യമായി ഡിസ്കസ് ചെയ്തോ അതിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ടോക്കിൽ ഡിബേറ്റ് ചെയ്തു. അതുപോലെ മുസ്ലിം പ്രോസിക്യൂഷനെ പറ്റി പറയുന്നു, അതുപോലെ ഈ ജഡ്ജ് ലോയയുടെ മരണത്തെ പറ്റി പറയുന്നു, ക്രിസ്ത്യൻ നൺസിനെ പ്രോസിക്യൂട്ട് ചെയ്തത്, അതുപോലെ സ്റ്റാൻ സ്വാമിയുടെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതുപോലെ മോദി ഏതൊക്കെ രാജ്യങ്ങളിലാണ് വിസ കിട്ടാതിരുന്നത് എന്നുള്ളത് കൃത്യമായി ഡീറ്റെയിൽ ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഡിപ്ലോമാറ്റ്സ് എല്ലാ ഈ 35 രാജ്യങ്ങളിലും പോയി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അവരുടെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഓൺ ദെയർ ഓൺ അഡ്മിഷൻ, അത് വീണ്ടും നമ്മൾ എംഫസൈസ് ചെയ്യാൻ പോവുകയാണ്. തൊട്ടുപുറകെ ഇവരിറങ്ങിപ്പോരുന്ന വഴിയെ തൊട്ടുപുറകെ ഇവർ എന്ന് കയറി ഇവർ പറയാൻ പോകുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം പറയും ഇന്ത്യക്കകത്തെ. അതായത് നമ്മൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ഫാക്റ്റിനെ
വീണ്ടും നമ്മൾ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതിൻ്റെ കോൺസിക്വൻസ് അവർ അടങ്ങിയിരിക്കുകയല്ല. ബിലാവൽ ഭൂട്ടോ എത്ര മോശക്കാരനും ആട്ടെ, അദ്ദേഹം പറഞ്ഞതിനെ കൃത്യമായി കണ്ടം ചെയ്യുക തന്നെയാണ് എല്ലാ വെസ്റ്റേൺ മീഡിയയും ചെയ്തത്. ബട്ട് വെൻ ഹി ഗെറ്റ് ദെയർ, വെൻ ഹി ഹാസ് എൻ ഓഡിയൻസ്, ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് മുഴുവൻ വളരെ കൃത്യമായി അവരിലേക്ക് എത്തും. അവരിലേക്ക് ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് പെനട്രേറ്റ് ചെയ്യാനുള്ള സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല. അത് എവിടെയാണിത്? ഇപ്പം കുറച്ച് ജോസഫ് ആന്റണി സാർ പറഞ്ഞ പോലെ എന്താണ് ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളത് വെയിറ്റ് ചെയ്തിരുന്ന് കാണേണ്ടതാണ്. അല്ലാതെ നമ്മൾ ഇതിപ്പം കൃത്യമായി, ഞാൻ ചോദിക്കട്ടെ, ബ്രിട്ടനിൽ ഇവിടുത്തെ ഏതെങ്കിലും ഡിപ്ലോമാറ്റ്സിന് സംശയമുണ്ടോ ഈ മുഷാറഫ് പറഞ്ഞ കാര്യത്തെക്കുറിച്ചോ ബനസീർ ഭൂട്ടോ പറഞ്ഞ കാര്യത്തെക്കുറിച്ചോ? അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ആതിഫ് പറഞ്ഞതിനെ കുറിച്ചോ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അമേരിക്കയ്ക്ക് സംശയമുണ്ടോ? ഇല്ല. ബട്ട് നമ്മളുടെ ഇന്റേണലായ പ്രശ്നങ്ങൾ, മൈനോറിറ്റി പ്രോസിക്യൂഷൻ, അതുപോലെ അവർ പറഞ്ഞ മറ്റൊരു വിഷയം നമ്മുടെ കുൽഭൂഷൺ യാദവ് സിംഗിന്റെ കേസ്, ഇതെല്ലാം കൃത്യമായി ഇന്ത്യയിലെ ഇന്റേണൽ മൈനോറിറ്റി പ്രോസിക്യൂഷനും ഇന്ത്യയുടെ മറ്റു പ്രശ്നങ്ങളും, അതായത് ഈ 2002 ഗോദ്ര കേസുകളും, ഇത് മുഴുവൻ കൃത്യമായി ശശി തരൂർ അങ്ങ് കയറി ഇറങ്ങി ഇങ്ങ് വരുന്ന തൊട്ടുപുറകെ ഇവർ കയറിച്ചെന്ന് പറയും. ഇതിൽ എൻ്റെ ഒരു റീഡിങ് ഇതിൽ എന്തായിരിക്കും നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം വി ആർ ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് സംതിങ് വിച്ച് ഹസ് ഓൾറെഡി ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഗുരുതരമായ സംശയമുണ്ട്. തീർച്ചയായും ശ്രീ മിഥുൻ വിജയകുമാർ, അത്തരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ദൗത്യമാണ്. ഒപ്പം ഈ പറഞ്ഞതുപോലെ ഈ ദൗത്യം ഇത് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതിൽ നേരത്തെയും ഭീകരതയുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടുള്ള രാജ്യങ്ങളുണ്ട്. എന്നാൽ ഭീകരത ഗൗരവമായി ചർച്ച ചെയ്യാത്ത രാജ്യങ്ങളുണ്ട്. ഭീകരത അനുഭവിച്ച രാജ്യങ്ങളുണ്ട്. തിക്തഫലങ്ങൾ അനുഭവിച്ച രാജ്യങ്ങളുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവർക്ക് കുറച്ചൊരു കാര്യങ്ങൾ ബോധ്യപ്പെടുമായിരിക്കും. പക്ഷേ പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ ഈ ദൗത്യം എന്നുള്ളത് അല്പം ദുഷ്കരമാണ്. പാകിസ്ഥാനും സമാനമായ കാര്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോടെ ഈ ദൗത്യത്തിൻ്റെ തുടർച്ചയെ കാണണം? നോക്കൂ, ഇവിടെ പാകിസ്ഥാൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച പാനലിസ്റ്റ് സൂചിപ്പിച്ചു. പാകിസ്ഥാൻ ഈ കാര്യങ്ങൾ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഈ കാര്യങ്ങൾ എല്ലാ കാലത്തും പറയുന്നുണ്ട്. ഇത് പുതിയ കാര്യങ്ങളല്ല. ഇത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ പാകിസ്ഥാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളല്ല. ബിലാവൽ ഭൂട്ടോ RSSനെ നാസി ജർമ്മനിയിലെ RSS ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദി SS എന്ന് പറഞ്ഞതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയൊക്കെ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്കാണ് ഇവിടെ പുതുതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്, പാകിസ്ഥാനല്ല. ഇന്ത്യയാണ് ഇവിടെ പഹൽഗാം ടെറർ അറ്റാക്കിന്റെ, അതായത് ഇന്ത്യ ഇവിടെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ഈ ഒരു 7 അംഗ ഡെലിഗേഷൻ, 7 MP-മാർ, 7 ലീഡേഴ്സ് ലീഡ് ചെയ്യുന്ന ഈ ഒരു ഡെലിഗേഷൻ. ശശി തരൂര്, രവിശങ്കർ പ്രസാദ്, സഞ്ജയ് കുമാർ ഝാ, കനിമൊഴി, അങ്ങനെ സുപ്രിയ സുലെ, ഇങ്ങനെ കുറച്ച് ആൾക്കാർ, അത്രയും ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള നമ്മുടെ ലീഡേഴ്സ്, അവർ ലീഡ് ചെയ്യാൻ പോകുന്ന ഒരു ഡെലിഗേഷൻ. അവരവിടെ പോയിട്ട് പ്രസന്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങളാണ്. പാകിസ്ഥാനാണ് ഇവിടെ പഴയ കാര്യങ്ങൾ, എക്കാലത്തും പാകിസ്ഥാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാശ്മീർ വിഷയം, മൈനോറിറ്റി ഇഷ്യൂസ് എന്നൊക്കെ പറയുന്ന അവരുടെ നെറേറ്റീവാണത്. അത് അവരുടെ പാർലമെന്റിനകത്തും പറയാറുണ്ട്, ഈ ഇന്റർനാഷണൽ ഫോറംസിലൊക്കെ തന്നെ അവർ പറയാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ എല്ലാ കാലത്തും കൊടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴൊക്കെ പാകിസ്ഥാനോട് ഒരു സൗഹൃദത്തിന്റെ കൈ നീട്ടിയിട്ടുണ്ടോ, അതിപ്പോ ലാഹോറിൽ 1999 വാജ്പേയിജി ആ സമയത്ത് ഒരു പാകിസ്ഥാനുമായിട്ടൊരു സൗഹൃദ സംഭാഷണം നടത്തി. അതിനുശേഷം മുഷറഫ് എന്താ ചെയ്യുന്നത്? കാർഗിലേക്ക് ക്രോസ് ചെയ്യാണ്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് അറിയാം. 2008 ഇന്ത്യ ട്രേഡ് പുഷ് ചെയ്യാണ് പാകിസ്ഥാനുമായിട്ട്. അവിടെ ISI എന്ത് ചെയ്യുന്നു? 2611 പുഷ് ചെയ്യാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഗ്ലോബൽ ലീഡേഴ്സ് എല്ലാം തന്നെ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. 2016 മോദി നവാസ് ഷെരീഫിന്റെ വീട്ടിൽ പോകുന്നു. 10 ദിവസം കഴിഞ്ഞിട്ട് പഠാൻകോട്ട് നടക്കുകയാണ്. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള വിഷയം, പാകിസ്ഥാൻ എങ്ങനത്തെ ഒരു രാജ്യമാണെന്നും ടെറർ ബ്രീഡ് ചെയ്യുന്ന ഒരു രാജ്യമാണെന്നും ഒക്കെ കൃത്യമായിട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് പ്രശ്നമുണ്ട്. ശ്രീ മിഥുൻ വിജയകുമാർ, കേൾക്കാമോ? ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ കേണൽ ഡിന്നി, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. സാർ, നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനെ കേൾക്കുക എന്നുള്ളതും നമുക്കറിയാം, ലോകരാജ്യങ്ങൾക്ക് 2 രാജ്യങ്ങളെയും, ഇന്ത്യയും പാകിസ്ഥാനെയും കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടും നമ്മുടെ രാജ്യം നേരിടുന്ന ഭീകരതയുമായി ബന്ധപ്പെട്ടും
പാകിസ്ഥാന്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടും ഒക്കെ രണ്ട് അഭിപ്രായങ്ങളുള്ള രാജ്യങ്ങളാണ്. ഈ പഹൽഗാം ആക്രമണ സമയത്തും അതിനുശേഷവും ഒക്കെ എത്ര രാജ്യങ്ങൾ നമ്മളെ പിന്തുണച്ചുവെന്നും നമ്മൾക്കൊപ്പം നിന്നുവെന്നും ഒക്കെയുള്ള കാര്യം നമുക്കറിയാം. ഭീകരതയെ അവർ എതിർക്കുന്നുവെന്ന് പുറമെ മേനി നടിക്കുമ്പോഴും അത്തരമൊരു പ്രതിസന്ധി കൂടി ഈ ദൗത്യത്തിനുണ്ട്. ഈ ദൗത്യത്തിന് നേരത്തെ പറഞ്ഞ പോലെ പാനലിസ്റ്റുകൾ പറഞ്ഞ പോലെ കണ്ടിന്യൂവേഷൻ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവരെ അത് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും നമ്മുടെ വാദത്തിന് എഡ്ജ് കൊണ്ടുവരിക എന്നുള്ളതും പ്രധാനമാണ്. തീർച്ചയായിട്ടും ശ്രീ രഞ്ജിത്ത്, അതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മൾ ഇതൊരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഇതൊരു പ്രോസസ്സാണ്. ഇതൊരു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അല്ല. അതുകൊണ്ട് ശ്രീ ബൈജു പറഞ്ഞത്, അതായത് ഇതുകൊണ്ട് എന്ത് ഔട്ട്കം ഉണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനല്ല കാണുന്നത്. അതായത് ഇതൊരു പ്രോസസ്സാണ്. ഔട്ട്കംസ് വിൽ കം. ഔട്ട്കംസ് നോക്കൂ. ഇപ്പം ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1947 അല്ലെങ്കിൽ 48 നമ്മൾ യുണൈറ്റഡ് നേഷൻസിൽ പോയപ്പം അന്ന് പാകിസ്ഥാൻ അവിടെ അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവിടെ അവതരിപ്പിച്ചത്. പണ്ഡിറ്റ് നെഹ്റു അന്ന് എത്ര കോൺഫിഡന്റ് ആയിരുന്നു, ഇത് യുണൈറ്റഡ് നേഷൻസ് പോയി കഴിഞ്ഞാൽ ഇത് ഒരു പരിഹാരം കാണുന്നുണ്ടായിട്ടാണ് യുണൈറ്റഡ് നേഷൻസിലേക്ക് പണ്ഡിറ്റ് നെഹ്റു ആണ് അയച്ചത്. പക്ഷെ അവിടെ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നുള്ള ഡിപ്ലോമാറ്റ്സ് അത്ര നന്നായിട്ട് വാദിക്കാൻ സാധിച്ചുകൊണ്ട് അവരെന്തൊക്കെയാണ് നേടാൻ സാധിച്ചത്? കശ്മീർ ഇഷ്യൂവിനെ പ്ലെബിസൈറ്റ് വരെ വേണമെന്നുള്ള രീതിയിലേക്ക് വരെ കൊണ്ടെത്തിയത് അവരുടെ കഴിവ് കാരണമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും. അതിന്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ 48 ഈ യുണൈറ്റഡ് നേഷൻസ് നടന്ന കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇപ്പം ഇത് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഔട്ട്കം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇപ്പം ഇത് ചെയ്തേ മതിയാവും. കാരണം ഇത് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യും. അതിപ്പം നേരത്തെ ശ്രീ മിഥുൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി എഗ്രി ആണ്. പാകിസ്ഥാൻ എപ്പോഴും പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിനകത്ത് പാകിസ്ഥാൻ പറഞ്ഞ കാര്യത്തിൽ വലിയ പുതുമയൊന്നുമില്ല. 1971 1971 വാർ അവർ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞ് അവരുടെ പാഠക പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. സോ അവരിൽ നിന്ന് നമ്മള് സത്യത്തിന് എന്തെങ്കിലും കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ക്രിസ്ത്യൻ തന്നെ പറഞ്ഞ ദേ ആർ ദ ഫസ്റ്റ് ടു ലൈ. ഒരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ദേ ആർ ദ ഫസ്റ്റ് ടു ലൈ. അത് ആദ്യം കള്ളം പറയാൻ തുടങ്ങുന്നത് പാകിസ്ഥാനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, പാകിസ്ഥാൻ എന്നുള്ള രാജ്യം തകർന്നു പോകണം എന്നുള്ള വിചാരം ഒരു വെസ്റ്റേൺ കൺട്രീസിനും ഇല്ല. കാരണം അത് അവർ വിചാരിക്കുന്ന അങ്ങനെ നടക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു തകർന്ന രാജ്യം അല്ലെങ്കിൽ ഫെയിൽഡ് സ്റ്റേറ്റ് ആയി മാറിക്കഴിഞ്ഞാൽ അത് ഇതിലും വലിയ തലവേദനയാവും എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഈ 28 പ്രാവശ്യമായിട്ട് IMF ലോൺ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ F-16 കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബാലൻസിംഗ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. കാരണം പാകിസ്ഥാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ അവരുടെ പേടി ഒരു ന്യൂക്ലിയർ ബോംബുള്ള രാജ്യം, അതിനകത്ത് ടെററിസം കൂടെ ഉള്ള ഒരു രാജ്യം, ആ രാജ്യത്തിലേക്ക് ടെററിസത്തിന്റെ കയ്യിൽ ഈ ന്യൂക്ലിയർ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ആരെപ്പോ ഉപയോഗിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാണ് അവരുടെ ഈ ഒരു പേടി. അതുകൊണ്ടാണ് അവർ അതിനെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം പാകിസ്ഥാൻ എന്ത് പറയുന്ന വെച്ചാൽ പാകിസ്ഥാൻ അവര് എന്തെങ്കിലും 1947 തൊട്ട് ഇന്നേ വരെ ഏതെങ്കിലും ഒരു ഫോറത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഈവൻ ഇൻഡസ് വാട്ടർ ട്രീറ്റി പോലും അവരെന്തായിരുന്നു പറഞ്ഞത്? അവർ പറഞ്ഞത് ഞങ്ങള് ജിന്ന പറഞ്ഞ അന്നത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ച്. ഞങ്ങൾ ഹിന്ദു വെള്ളം കുടിക്കത്തില്ല, ഞങ്ങൾ വേണമെങ്കിൽ പട്ടിണി കിടക്കും, ഇവിടെ മരുഭൂമി ആയാലും ശരി ഹിന്ദു വെള്ളം കുടിക്കത്തില്ല എന്ന ആ സ്റ്റേറ്റ്മെന്റ് ആണ് ജിന്ന പറഞ്ഞത്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള രാജ്യത്ത് നിന്ന് നമുക്ക് ഒരിക്കലും ഒരു രീതിയിലുള്ള ഒരു എന്താ പറഞ്ഞ ഒരു പീസ് അല്ലെങ്കിൽ കോൺസലേറ്ററി ഇങ്ങനെയൊക്കെയുള്ള ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അവർ നമ്മളെ അഗേൻസ്റ്റ് ആയിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ഇപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒഫൻസീവ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് നമ്മുടെ UN-ലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലെ സെക്രട്ടറി റാങ്കിലൊക്കെ ഉള്ള അവർ അവിടുത്തെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ മെമ്പേഴ്സ് ഒക്കെ നവാസ് ഷെരീഫ്, ഷബാസ് ഷെരീഫ് ആര് വന്ന് പറഞ്ഞിട്ടായാലും അവർ തക്ക മറുപടി കൊടുക്കുന്നു. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു നരേഷൻ, ആ രീതിയിലേക്കുള്ള ഒരു ബാറ്റിൽ ഓഫ് നരേറ്റീവ്സ് ഭാരതവും വരുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്റെ ഇതാണ്, അതായത് നമ്മളെ സൈഡ് ഓഫ് സ്റ്റോറി പറഞ്ഞില്ലെങ്കിൽ പാകിസ്ഥാൻ അവരുടെ എപ്പോഴും പറയുന്ന കള്ളത്തിന്റെ ആ കള്ളപ്രചരണം നടത്തും. അതുകൊണ്ട് ദിസ് ഈസ് അബ്സല്യൂട്ട്ലി എന്താ പറയുക ഒരു നെസസിറ്റിയാണ്. അതിന്റെ ഔട്ട്കംസ് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ വരാതിരിക്കാം. പക്ഷെ ഇറ്റ് ഇസ് മോർ ഈ പാകിസ്ഥാൻ ഇതുപോലത്തെ ഡാമേജ് ചെയ്യാതിരിക്കാൻ വേണ്ടി. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്തോ റീസൺസ് വെച്ച് വെസ്റ്റേൺ കൺട്രീസിന് ഭാരതത്തിന്റെ ആ നരേറ്റീവ് കേൾക്കുന്നില്ല. ഇപ്പൊ ശ്രീ ബൈജു തന്നെ ആ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിനകത്ത് തന്നെ ഐ വിഷ് ശ്രീ ബൈജു അതിനകത്ത് അലജ്ഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണമായിരുന്നു. കാരണം അങ്ങ് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇത് നമ്മളെ അത് പാകിസ്ഥാന്റെ ഒരു രീതിയിലാണ്. അപ്പൊ ദർ ഇസ് അലജ്ഡ് മൈനോറിറ്റി പെർസിക്യൂഷൻ, ദർ ഇസ് അലജ്ഡ് ആയിട്ടുള്ള റിഗിങ് നടക്കുന്നുണ്ട്, ദർ ഇസ് അലജ്ഡ് ഓഫ് ലോട്ട് ഓഫ് തിങ്സ്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് ദ വേ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ആ രീതിയിലേക്ക് കൂടി വേണം എന്നാണ് എന്റെ ഒരു ഹംബിൾ സബ്മിഷൻ. കാരണം ഇത് തന്നെയാണ് പാകിസ്ഥാൻ വാണ്ട്സ്, ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ദേ വാണ്ട്. അപ്പൊ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഔട്ട്കംസിനെ കുറിച്ച് നമ്മൾ ഇപ്പം അറിയേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് ഔട്ട്കംസ് വിൽ അത് തന്നെത്താൻ വരും എന്ന് തന്നെയാണ് എനിക്കിപ്പം. ശ്രീ മിഥുൻ വിജയകുമാർ, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, താങ്കൾക്ക് തുടരാം.
അതെ അതെ അതെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ശ്രീ ബൈജു ഇവിടെ സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്ലോമാറ്റിക് മിഷനിൽ നമുക്ക് തന്നെ വിശ്വാസം ഇല്ലാത്ത പോലെയാണ് ഈ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നത് അദ്ദേഹം. നമ്മൾ എപ്പോഴൊക്കെ തന്നെ പാകിസ്ഥാനോട്, ഞാൻ പറഞ്ഞു പറയാൻ ശ്രമിച്ച ഒരു കാര്യം, നമ്മൾ എപ്പോഴൊക്കെ തന്നെ പാകിസ്ഥാനുമായി ഒരു സൗഹൃദ സംഭാഷണം നടത്താൻ നോക്കിയിട്ടുണ്ടോ? വെനെവർ വി ഇനീഷ്യേറ്റഡ് എ ടോക്ക് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, പാകിസ്ഥാൻ ആ സമയത്തൊക്കെ തന്നെ എങ്ങനെയായിരുന്നു തിരിഞ്ഞ് ഇന്ത്യയെ കുത്തിയത് എന്ന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് നല്ല ബോധ്യമുണ്ട്. പാകിസ്ഥാൻ എല്ലാ കാലത്തും സെറ്റ് ചെയ്യാൻ നോക്കുന്ന നാരേറ്റീവ് എന്താണെന്നും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മുടെ ഈ ഡിപ്ലോമാറ്റിക് മിഷന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ അവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ബൈജുവിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണം. കാരണം അവിടെ പോയിട്ട് അവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഒരു ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ഉണ്ട്. അത് ഇന്ത്യക്കകത്ത് വലിയ രീതിയിൽ സ്പ്രെഡായി. അതായത് ഇന്റർനാഷണൽ മീഡിയ പോലും അതിന് വിശ്വസിക്കാൻ തുടങ്ങി. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടു എങ്ങനെയായിരുന്നു അതിനോടുള്ള ഇന്റർനാഷണൽ മീഡിയയുടെ റെസ്പോൺസ് എന്ന്. അപ്പൊ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷനും പാകിസ്ഥാന് കൊടുക്കുന്ന ഒരു ഇറസ്പോൺസിബിൾ ടെറർ സ്റ്റേറ്റ് ആയിട്ടുള്ള പൊസിഷനും ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ നമ്മുടെ ഡിപ്ലോമാറ്റിക് മിഷനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഡിപ്ലോമാറ്റിക് മിഷൻസ് നടത്തിയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 26/11 ശേഷം ഉണ്ടായിട്ടുള്ള നമ്മുടെ ഒരു ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ചിന് ശേഷമാണ് ജമാഉത്ത് ദാവ എന്ന് പറയുന്ന ലഷ്കറിന്റെ ഒരു എക്സ്റ്റൻഷനെ ഒരു ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് UN പ്രഖ്യാപിക്കുന്നത്. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ TRF പോലുള്ള സംഘടനകളെ ഇന്റർനാഷണലി നമ്മളൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു പുഷാണ് നടത്താൻ പോകുന്നത്. ഇവിടെ നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. അതായത് പാകിസ്ഥാൻ മീഡിയ പടച്ചുവിട്ട ഫാൾസ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനെതിരായിട്ടുള്ള കോൺക്രീറ്റ് എവിഡൻസ് നമ്മൾ എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുവരാനുള്ള പുഷ് വീണ്ടും നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിനു മുമ്പും പാകിസ്ഥാൻ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലായിരുന്നു 2018 മുതൽ 2022 വരെ. അന്ന് പാകിസ്ഥാൻ അനുഭവിച്ചിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള തകർച്ച എത്രയാണുള്ളത് പാകിസ്ഥാന് തന്നെ അറിയാവുന്ന നല്ലൊരു പാകിസ്ഥാനിന് ബോധ്യമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഈ പാകിസ്ഥാൻ ഇവിടെ ഒരു ഡിപ്ലോമാറ്റിക് മിഷനായി പോകുന്നെന്ന് പറഞ്ഞു. ആ ഡിപ്ലോമാറ്റിക് മിഷന്റെ ഭാഗമായിട്ട് ബിലാവൽ ഭൂട്ടോന്റെ പേരല്ലാതെ അതിലേക്ക് മെമ്പേഴ്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളുടെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റും? പാകിസ്ഥാന് തന്നെ ക്ലാരിറ്റി ഇല്ല ഇതിൽ ആരൊക്കെ പോകണമെന്ന്. പാകിസ്ഥാന്റെ ഡിപ്ലോമാറ്റിക് മിഷൻ അവിടെ പോയിട്ട് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് മിഷൻ ഒരു വലിയ കൗണ്ടർ ഫോഴ്സ് ആയി മാറും, അത് നമ്മുടെ നെറേറ്റീവിനൊക്കെ തകർക്കും എന്നൊക്കെ ഇവിടെ ഇന്ത്യക്കുള്ളിൽ ഇരുന്ന് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമുണ്ട്. കാരണം പാകിസ്ഥാന്റെ ഡിപ്ലോമാറ്റിക് മിഷനെ അത്രയധികം വിശ്വസിക്കുകയാണ്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പാകിസ്ഥാൻ ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ വിശ്വാസം. അതായത് നമ്മുടെ ലീഡേഴ്സ് ശശി തരൂരിനെ പോലെയുള്ള ഡിപ്ലോമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള വളരെ കാലിബർ ഉള്ള ആളുകളാണ് ഈ നമ്മുടെ മിഷന്റെ ഭാഗമായിട്ട് ലീഡ് ചെയ്യുന്നത്. അവരുടെ എഫിഷ്യൻസിയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് ഇവിടെ പാകിസ്ഥാന്റെ ഡിപ്ലോമാറ്റിക് മിഷന് പോയിട്ട് അവിടെ ഒരു കൗണ്ടർ നെറേറ്റീവ് സെറ്റ് ചെയ്യാൻ പറയുമെന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഇത്രയും കാലിബർ ഉള്ള നേതാക്കളെ നമ്മൾ വിടുന്നത് വെറുതെയാണോ? അവർക്ക് ഈ കാര്യം എന്താ ബോധ്യപ്പെടുത്താനുള്ള കാലിബർ ഇല്ല എന്നാണ് വിചാരം. അപ്പൊ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പരത്താൻ നമ്മൾ നോക്കരുത്. പാകിസ്ഥാൻ ഇവിടെ പ്രത്യേകിച്ചും ഈ ഒരു ഡിപ്ലോമാറ്റിക് മിഷനുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോകുമ്പോൾ അവരനുഭവിക്കാൻ പോകുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ലഷ്കർ-ഇ തായ്ബ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള സംഘടനകളുമായിട്ടുള്ള പാകിസ്ഥാന്റെ ബന്ധം. ഇവരെത്ര തന്നെ എതിർത്താലും നമ്മൾ ക്ലിയർ ആയിട്ട് അറ്റാക്ക് ചെയ്ത 9 ടാർഗറ്റ്സ് ഉണ്ട്. അത് ഇന്റർനാഷണലി നോൺ ആയിട്ടുള്ള ടാർഗറ്റ്സ് ആണ്. അവിടെയൊക്കെ തന്നെ ഇന്ത്യക്ക് ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ സാധിച്ചു, അവരെയൊക്കെ തകർക്കാൻ സാധിച്ചു. അപ്പോൾ പാകിസ്ഥാനും ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-ഇ തോയ്ബയും ഹിസ്ബുൾ മുജാഹിദിനും ഇതുപോലുള്ള സംഘടനകളുമായിട്ടുള്ള പാകിസ്ഥാന്റെ ബന്ധമായിരിക്കും അവിടെ പാകിസ്ഥാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക. പാകിസ്ഥാനോട് ഒരു ഡിപ്ലോമാറ്റിക് മിഷനുമായി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും അത് കേട്ടിരിക്കാൻ പോവില്ല. കൗണ്ടർ ക്വസ്റ്റ്യൻസ് വരും. ആ കൗണ്ടർ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയാൻ പാകിസ്ഥാന്റെ കയ്യിൽ പ്രത്യേകിച്ച് ഉത്തരമില്ല. പിന്നെ പാകിസ്ഥാന്റെ ഒരു ഫോറിൻ പോളിസി എന്ന് പറയുന്നത് അത് പലപ്പോഴും ഒരു എന്താ പറയുക, ഒരു സിവിലിയൻ ഓവർസൈറ്റ് ഉള്ള ഒരു ഫോറിൻ പോളിസി അല്ല. അതിനെ ലീഡ് ചെയ്യുന്നത് അവിടുത്തെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അപ്പൊ പാകിസ്ഥാന്റെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് വീണ്ടും ബോധ്യപ്പെടാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ഡിപ്ലോമാറ്റിക് മിഷന്റെ ഒരു വിശ്വാസ്യത ഇല്ലായ്മ അല്ലെങ്കിൽ വിശ്വാസക്കുറവ്, ഇവരവിടെ പോയിട്ട് എന്താ പറയാൻ പോകുന്നത്? പുതുതായിട്ടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ നമുക്കാണ് പുതുതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അതായത് എക്കാലത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പാകിസ്ഥാന്റെ ടെററിസത്തെ കുറിച്ച് ഒരു പുതിയ ആംഗിൾ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, ഒരു പുതിയ ഇൻസൈറ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നേരെ മറിച്ച് പാകിസ്ഥാൻ എന്ത് പറയും? ഇന്ത്യ ടെററിസം സ്പോൺസർ ചെയ്തെന്ന് പറയോ? കുൽഭൂഷൺ യാദവിന്റെ കാര്യം പറയുന്നു. കുൽഭൂഷൺ യാദവിനെ ഗ്വാദർന്ന് അതായത് ഇറാനിലെ ഗ്വാദർന്ന് പാകിസ്ഥാന്റെ ISI കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്ത ഒരു കേസാണത്. അതിന് ഇന്ത്യ ഇന്റർനാഷണൽ ഫോറത്തിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ കേസ് വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇന്ത്യന്റെ ഫേവറുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ വെച്ചിട്ട് പാകിസ്ഥാൻ പറഞ്ഞാൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി വിശ്വസിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ, കോമൺ സെൻസ് ഉള്ള ആളുകൾ അത് വിശ്വസിക്കില്ല. അപ്പൊ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് മിഷനെ
അതിന്റെ വീര്യം തകർക്കാൻ ഇതിനകത്തുള്ള ആളുകൾ നോക്കുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. അതിന് മറുപടി വേണം. കാരണം നമുക്കറിയാം ഈ പാകിസ്ഥാൻ ഉയർത്തുന്ന വാദങ്ങളൊക്കെ എത്രത്തോളം അന്താരാഷ്ട്ര സമൂഹം വിശ്വസിക്കുമെന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം അവർക്ക് പറഞ്ഞു നിൽക്കാൻ കാര്യങ്ങളൊന്നുമില്ല. അവരെങ്ങനെയാണ് അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളെന്നും ആരാണ് നിയന്ത്രിക്കുന്നതെന്നും ഭീകരവാദത്തെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നതെന്നൊക്കെ ഉള്ളത് ലോകരാജ്യങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു രാജ്യം നമുക്ക് മറ്റു വഴികളില്ല. കാരണം നമ്മൾ ജനാധിപത്യപരമായി ഇത്തരം കാര്യങ്ങളെ മറ്റ് ലോകരാജ്യങ്ങളെ വിശ്വാസത്തിലെടുത്ത് യുദ്ധം വേണ്ട എന്നും സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യില്ല എന്നും കൃത്യമായി ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് തകർത്തതെന്നും ഒക്കെ കൃത്യമായി തന്നെ ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് കൃത്യമായി അവരെ അറിയിക്കണം. ഇനിയുള്ള മുന്നോട്ട് നമ്മുടെ എന്തെങ്കിലും തരത്തിൽ ഭീകരവാദം ഉണ്ടായാൽ അതിനോട് സന്ധിയില്ല എന്ന് പറയണം. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും ആ തരത്തിൽ നിൽക്കുകയാണോ എന്ന് പറയണം. യുദ്ധം അല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയണം. ഭീകരവാദവുമായി ഇനിയും വന്നാൽ ഒട്ടും തിരിച്ചടിക്കൊട്ടും ധൈര്യക്കുറവ് ഉണ്ടാവില്ല, കൃത്യമായി തന്നെ സംഭവിക്കും എന്ന് പറയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക്. തീർച്ചയായും നോക്കൂ, ശ്രീ ബൈജു ചുറ്റാല, ശ്രീ ബൈജു അതില് ഞാൻ കേണൽ ഡെന്നിയോട് ഞാൻ പറഞ്ഞ എന്റെ സബ്മിഷൻ അല്ല, ഒരു സബ്മിഷൻ ഞാൻ കോട്ട് ചെയ്തത്. അതായത് ഇതാണ് അവിടുത്തെ അതോറിറ്റിയിൽ അവരുടെ പൊളിറ്റിക്കൽ ഫോറങ്ങളിൽ നടക്കുന്ന സബ്മിഷൻ. ഇതാണ് ആ സബ്മിഷനെ അതുപോലെ അങ്ങ് എടുത്ത് ഞാൻ കോട്ട് ചെയ്തത്. പിന്നെ രണ്ടാമത്, ഞാനിതിനെ മെറിറ്റിനെ ചലഞ്ച് ചെയ്യുക അല്ല ചെയ്തത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പാകിസ്ഥാൻ ടെററിസം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും അവർക്ക് ഡെക്കേഡ്സുകളോ ആ പോളിസി ഉണ്ടെന്നും അവരുടെ their own admission. അതിന് വേറെ ഡിബേറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. രണ്ടാമത്, ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, ഇപ്പം പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യക്കാരുടെ എഫിഷ്യൻസി നമ്മൾ കുറച്ച് കാണുകയാണോ എന്ന് ഇപ്പം രണ്ടാമത് പാനലിരുന്ന ആൾ ചോദിച്ചു. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ലൈനിൽ കട്ടായി പോയപ്പോഴാണ് കേരള ഡിന്നി തന്നെയാണ് പറഞ്ഞ 48-ൽ നമ്മൾ വീക്കായിപ്പോയി. അപ്പം നമ്മൾക്ക് എങ്ങനെ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ എങ്ങനെ ഒരു സബ്മിഷൻ നടത്തുമ്പോൾ ആ സബ്മിഷൻ നമ്മൾ എപ്പോഴും, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ കേസ് ഫൈറ്റ് ചെയ്യുമ്പോൾ കേസ് കോടതി വരുന്നതിന് മുമ്പ് ഞാൻ കേസ് ജയിക്കും എന്ന് പറയുമ്പോൾ മാത്രമേ എനിക്ക് തോന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇതിൽ ആര് പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ ആ പ്രശ്നം അവതരിപ്പിക്കുന്ന പ്രശ്നം തെറ്റായിരിക്കും എന്ന് പറയാൻ അതെങ്ങനെ പറ്റും? അതെങ്ങനെ നമ്മൾ സബ്ജക്റ്റീവിലി ഒബ്ജക്റ്റീവിലി നമ്മൾ അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പം ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഞാനിത് ചെയ്യുന്നതിൻ്റെ നെഗറ്റിവിറ്റി അല്ല പറഞ്ഞു, ഇതേ രീതിയിലുള്ള ചില ആരോപണങ്ങളാവാം അവരുടെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്നത്. അത് എങ്ങനെ എത്ര കണ്ട് നമ്മളെ അത് എത്ര കണ്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിനെയാണ് നമ്മളൊരു ആർഗ്യുമെന്റ് വെക്കുമ്പോൾ അതിൻ്റെ കൗണ്ടർ ആർഗ്യുമെന്റ് അവർ വെക്കുന്നു. ഹൂ ഇസ് അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കർ? UN അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് പോകുമ്പോൾ, ഈ രാജ്യം 35 രാജ്യങ്ങൾ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസ്, അവിടെ ദേ ഹാവ് ടു ടേക്ക് എ കോൾ. നമ്മളുടെ ഒരു ഭാഗം പറഞ്ഞ് ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഈ വെസ്റ്റേൺ വേൾഡിൽ ആർക്കും തന്നെ ഈ പാകിസ്ഥാനിന്റെ ഭാഗത്ത് നിന്ന് ഇതേ രീതിയിലുള്ള ആക്ഷൻസ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് അത്യാവശ്യം ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിക്കുന്ന ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് മറ്റാരും പറഞ്ഞാൽ അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ചാനൽ, ഞാനിപ്പോൾ ഇത് കോട്ട് ചെയ്ത് ചാനൽ ചർച്ചയിൽ അവർ തന്നെ കോട്ട് ചെയ്താണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ആർഗ്യുമെന്റ് മുമ്പോട്ട് വെക്കുമ്പോൾ ആ ആർഗ്യുമെന്റ് ആരുടെയും കോൺഫിഡൻസ് നഷ്ടപ്പെടാനോ കോൺഫിഡൻസ് ഇല്ല. പിന്നെ ഞാൻ ഇന്ത്യയിലല്ല ഇരിക്കുന്നത്, ഞാൻ ഇന്ത്യക്ക് പുറത്ത്, ഞാൻ ഇതിൻ്റെ ഒരു ബോർഡർ സ്പെക്ട്രം കണ്ട് അതിനെപ്പറ്റി ആ രീതിയിലാണ് ഞാനിത് അസസ് ചെയ്യുന്നത്. എനിക്ക് അതേ രീതിയിൽ ഇതിനെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് മുഴുവൻ ശരിയാണ്, അത് നമ്മൾ പറഞ്ഞ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ എനിക്കിതിനെ കാണാൻ പറ്റില്ല. എനിക്കിതിൻ്റെ ഫ്ലിപ്പ് സൈഡും കണ്ടേ പറ്റൂ. അതല്ലെങ്കിൽ ഞാൻ മിണ്ടായിരിക്കണം, അതും എനിക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വി ഹാവ് ടു ബി വെരി കെയർഫുൾ എന്ന് പറയുക എന്നുള്ളത് ഈ ഫ്ലിപ്പ് സൈഡ് കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദൗത്യം വേണ്ടെന്ന് വെക്കാനാവില്ല. വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. നമ്മുടെ ഏറ്റവും പ്രമുഖരായ ആളുകളാണ് ലോകരാജ്യങ്ങളിലേക്ക് പോവുകയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ അതിന്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാകും. ഇനിയുള്ള നേരത്തെയുള്ള സമയം പോലെയല്ല. അത്ര നയതന്ത്ര തലത്തിലൊക്കെ നമുക്കുണ്ടായ വീക്ക്നെസ്സുകളൊക്കെ പരിഹരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അതിനുള്ള എല്ലാ നീക്കങ്ങളും നടക്കുന്നുണ്ട്. സാർ, തിരിച്ചു വരാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് ശ്രീ ജോസഫ് ആന്റണിയിലേക്ക് വരണം ഇടവേളയ്ക്ക് ശേഷം. ജോസഫ് ആന്റണി, സംഘത്തിൻ്റെ ലക്ഷ്യം പ്രധാനമാണ്. ദൗത്യം ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. പക്ഷേ നമുക്കറിയാം ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘാംഗങ്ങളെക്കുറിച്ച് കൂടി എന്ന് പറയണമല്ലോ. അതിൽ ശ്രീ ജോൺ ബ്രിട്ടാസ് അദ്ദേഹം അല്പവും പറഞ്ഞത്, ഇന്ത്യ വർഷങ്ങളായി നേരിടുന്ന ഭീകരവാദ പ്രശ്നങ്ങൾ വിദേശ രാജ്യങ്ങളെ ധരിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അത്
അത്തരത്തിൽ എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർവകക്ഷി സംഘമാണ്. അവർ ഒരേ മനസ്സോടുകൂടി, ഇവിടെ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു ഈ സംഘത്തിൻ്റെ രൂപീകരണവുമായൊക്കെ ബന്ധപ്പെട്ട്, പക്ഷേ അവരവിടെ ചെല്ലുമ്പോൾ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണം, കാര്യങ്ങൾ ധരിപ്പിക്കുകയും വേണം. ആ ഒരു കോർഡിനേഷൻ കൂടി ഈ ദൗത്യത്തിന് ആവശ്യമാണ് താനും. അല്ല, നമ്മൾ വെറുതെ ചുമ്മാതെ അല്ല നമ്മുടെ 7 പ്രതിനിധി സംഘങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിടുന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ അമേരിക്കയിലേക്ക് പോകുന്നു, നമ്മൾ യൂറോപ്പിലേക്ക് പോകുന്നു, നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് പോകുന്നു, നമ്മൾ പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു, നമ്മൾ ആഫ്രിക്കയിലേക്ക് പോകുന്നു, നമ്മൾ ലാറ്റിൻ അമേരിക്കയിലേക്ക് പോകുന്നു. ഈ ആരെയൊക്കെ നമ്മൾ കാണുന്നത്? നമ്മൾ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, അതല്ലെങ്കിൽ ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, പിന്നെ ജപ്പാൻ, അല്ലെങ്കിൽ പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളൊക്കെ ആരാണ്? ഈ രാജ്യങ്ങളാണ് വാസ്തവത്തിൽ അന്തർദേശീയ രംഗത്തെ അജണ്ടകൾ നിശ്ചയിക്കുകയും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിലേക്ക് നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? നമ്മൾ ശരിയായിട്ടുള്ള ഹോംവർക്കോട് കൂടിയിട്ടാണ് പോകുന്നത്, വെറുതെ പോകില്ല. നമ്മൾ വി ഹാവ് ഡോക്യുമെൻറ്റഡ് എവ്രിതിങ്. നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി ശേഖരിച്ചിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ട്. ആ തെളിവുകൾ വെച്ചുകൊണ്ട് നമ്മൾ ലോക നേതാക്കളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പിന്നീടുള്ള ചർച്ചയിൽ ഈ തെളിവുകളെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ അവർക്ക് സംസാരിക്കാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു തറയൊരുക്കലിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ നമ്മുടെ പ്രതിനിധി സംഘങ്ങൾ പോകുന്നത്. ആ പ്രതിനിധി സംഘങ്ങൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് അവിടെ ഉന്നയിക്കുകയും ചെയ്യും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലോകത്തെ മുഴുവൻ രാഷ്ട്രങ്ങളും ചർച്ച ചെയ്യുന്നത് ടെററിസം അല്ല. ഇപ്പോഴത്തെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത് മൈഗ്രേഷനാണ്, കുടിയേറ്റമാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ഈ അന്തർദേശീയ രംഗത്ത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ ഡിപ്ലോമസിയാണ്. ട്രാൻസാക്ഷണൽ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള ഡിപ്ലോമസിയിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും, അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും എന്ന് പറയുന്ന ഒരു ഡിപ്ലോമസിയാണ് ഇപ്പോൾ ലോകത്തെ നയിക്കുന്നത്. ആ ട്രാൻസാക്ഷണൽ ഡിപ്ലോമസിയെ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് ട്രംപ്. നമുക്കറിയാം, ഇവിടെ ഈ യുദ്ധം അവസാനിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഇവരുടെ ഇടയിൽ മധ്യസ്ഥ വഹിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതറിയാമോ? നമ്മൾ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം, ഈ പാകിസ്ഥാനിൽ ഈ യുദ്ധം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ബലൂചിസ്ഥാനിൽ ഒരു സമ്മേളനം നടന്നു. മിനറൽ റിസോഴ്സസിനെ സംബന്ധിച്ചുള്ള ഇൻ്റർനാഷണൽ കോൺഫറൻസാണ്. അമേരിക്കയുടെ ഉൾപ്പെടെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. ആ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ അവിടുത്തെ ധാതുക്കൾ, അതായത് മിനറൽ വെൽത്ത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ചർച്ചകൾ നടക്കുകയും ഏതാണ്ട് ഒരു തരത്തിൽ അമേരിക്കയുമായി ഒരു ധാരണയും എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനെ തള്ളിക്കളയുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധ്യത, അതായത് പാകിസ്ഥാൻ ഈ ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൽ ഞങ്ങൾക്ക് ഒരു കാര്യവുമില്ല, 2 ദിവസം മുമ്പ് ഞങ്ങൾക്ക് ഇതിനകത്തൊരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമില്ല എന്ന് പറഞ്ഞ അമേരിക്കൻ ഭരണകൂടം വളരെ പെട്ടെന്ന് ഈ ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നത് തീർച്ചയായിട്ടും ഈ പാകിസ്ഥാനിൽ നിന്നും ലഭിക്കാവുന്ന ഇത്തരം മിനറൽ വെൽത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തൊട്ടാകെ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷണൽ ഡിപ്ലോമസിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അവരുടെ സ്വന്തം താല്പര്യങ്ങൾ നോക്കും. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, ഈ നമ്മൾ വിട്ടിരിക്കുന്ന ഈ പ്രതിനിധി സംഘങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോയി കാര്യങ്ങൾ തെളിവുകൾ സഹിതം അവരുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ അതിനെ അതിവർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മുഴുവൻ നെഗേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. കാരണം 32 രാജ്യങ്ങളിലാണ് അവർ പോകുന്നത്. 32 രാജ്യങ്ങൾ ഈ ലോക രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന രാജ്യങ്ങളാണ്. അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ, നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തുമ്പോൾ അതിനെ അവഗണിക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. തീർച്ചയായും നമ്മുടെ ഈ സംഘാംഗങ്ങളുടെ പ്രത്യേകതയും പ്രധാനമാണ്. നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് സെലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്. തരൂരൊക്കെ നേരത്തെ പറഞ്ഞ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തേണ്ട നേതാവ് കൂടിയാണ്. അങ്ങനെ അതിനും ഒരു പ്രത്യേകതയുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മുടെ ഇവരെ ഓരോരുത്തരെയും ഹാൻഡ് പിക്ഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അവർ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ ശശി തരൂരിനെ പോലുള്ള ആള്, എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഈ ഇന്റർനാഷണൽ റിലേഷൻസിന് ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ഉള്ള, എനിക്ക് ഡോക്ടർ ജയശങ്കറെ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആയിരിക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ. അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിന്റെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു. അതും കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് ഇൻഫർമേഷനിലാണ് അദ്ദേഹം അണ്ടർ സെക്രട്ടറി ആയിരുന്നിട്ടുള്ളത്. അദ്ദേഹം ധാരാളം റിസർച്ച് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ പാർലമെന്റിലെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ചെയർമാൻ ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ധാരാളം ഒരു എക്സ്പീരിയൻസ് പ്ലസ് കോമ്പിറ്റൻസ് വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഒരു കാര്യം നമ്മൾ ബൈജു നേരത്തെ പറഞ്ഞു, അതിനകത്ത് ഒരു അഡീഷൻ, അതായത് 1947-48
നമുക്ക് പറ്റിയ തെറ്റാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് തിരുത്തുന്നത്. അതായത് നമ്മൾ അന്ന് നമ്മുടെ വാദം കറക്റ്റ് ആയിട്ട് UN-ലും നമ്മൾ വാദിച്ചില്ല. അത് അന്ന് വാദിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇതേപോലത്തെ ഒരു എക്സസൈസ് നമ്മൾ അന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ 1947-48 ആ കശ്മീർ ഇഷ്യൂ ഒരിക്കലും അവര് അങ്ങനെ ഒരു പ്ലെബിസൈറ്റിലേക്ക് പോകണം എന്ന് തീരുമാനിക്കത്തില്ല. നമ്മൾ നല്ല രീതിയിൽ അന്ന് പോയി വാദിച്ചിരുന്നെങ്കിൽ, ലെറ്റ്സ് സേ ഒരു ഡോക്ടർ ശശി തരൂരോ ഒരു അടൽ ബിഹാരി വാജ്പേയിയോ അങ്ങനെയുള്ള ആളുകൾ പോയി അന്ന് വാദിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം അന്ന് കശ്മീരിൽ. അപ്പൊ ഇതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഇറ്റ്സ് ഹാപ്പനിങ് നൗ. ശരി, സമയക്കുറവുണ്ട്. ശ്രീ ബൈജു തെറ്റാല, വളരെ പെട്ടെന്ന് മറുപടി അവസാനിപ്പിക്കാം. വളരെ 30 സെക്കൻഡ്. ഇല്ല, മ്യൂട്ടാണ് സർ, മ്യൂട്ടാണ്. അന്ന് UN-ൽ പോയി വാദിച്ചത് VK കൃഷ്ണമേനോനാണ്. അപ്പൊ എനിവേ അതല്ല, എന്റെ സോൾ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മളിത് വേണ്ടെന്നല്ല പറഞ്ഞ്, ഇതിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. രണ്ടാമത് ശശി തരൂരിന്റെ ക്രിഡൻഷ്യലിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നത് തന്നെ വളരെ മോശമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹം ആ കാര്യത്തിൽ വളരെ എലക്വന്റ് ആയ, വളരെ പവർഫുൾ ആയ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്ന ശക്തനായ ഒരു നേതാവ് അതിൽ എനിക്ക് ഒരു ആളാണെന്നുള്ളത് എനിക്കൊരു സംശയമില്ല. ശരി സാർ, ശ്രീ മിഥുൻ വിജയകുമാർ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പറഞ്ഞോളൂ. ഞാനിവിടെ ശ്രീ ബൈജു നേരത്തെ സൂചിപ്പിച്ച ഒരൊറ്റ പോയിന്റിന് മറുപടി കൊടുത്തിട്ട് ഞാൻ പറയാം. ഇന്ത്യയുടെ വെസ്റ്റുമായിട്ടുള്ള ഗ്രോയിങ് ഇൻഫ്ലുവൻസ് അത് BA ഹിസ്റ്ററി പഠിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു വിദ്യാർത്ഥിക്കാണെങ്കിലും ഇപ്പം മനസ്സിലാവും. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഇന്ത്യയുടെ വെസ്റ്റുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് നടക്കുന്നുണ്ട്. അത് ശ്രീ ബൈജുവിന് ഒരു പക്ഷേ അറിയാമെന്ന് ഞാൻ കരുതുന്നു. കാരണം അദ്ദേഹം പുറമെ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തെ വീക്ഷിക്കുന്ന ഒരാളാണല്ലോ. അപ്പം റെഗുലർ ആയിട്ടുള്ള ഒരു ഹൈ ലെവൽ ഡിപ്ലോമാറ്റിക് ഡയലോഗ് അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററും ഫോറിൻ മിനിസ്റ്ററും അവരുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, സെക്രട്ടറി ഓഫ് ഡിഫൻസ് ഇവരുമൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഗ്രോയിങ് ഇൻഫ്ലുവൻസ് ആണ് കാണിക്കുന്നത്. നമ്മൾ പല ഫൗണ്ടേഷണൽ അഗ്രിമെന്റ്സും US ആയിട്ടൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. ഫ്രാൻസ് ആയിട്ട് നമുക്ക് റെഗുലർ ആയിട്ടുള്ള ട്രൈ സർവീസ് ഡ്രിൽസ് ഉണ്ട്, വരുണ പോലുള്ള നേവൽ എക്സസൈസസ്, G7 ഔട്ട്റീച്ച്, G20 പ്രസിഡൻസി, ഈ പറഞ്ഞ പോലെ ലോജിസ്റ്റിക് എക്സ്ചേഞ്ചസ് മെമ്മോറാൻഡം ഓഫ് അഗ്രിമെന്റ്, പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് കമ്പാറ്റബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി അഗ്രിമെന്റ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു കഴിഞ്ഞ കുറച്ച് വർഷം കൊണ്ട് സൈൻ ചെയ്തതാണ്. അത് നമ്മുടെ ഗ്രോയിങ് ഇൻഫ്ലുവൻസ് ഇൻ ദ വെസ്റ്റ്, നമ്മുടെ വെസ്റ്റുമായിട്ടുള്ള സൗഹൃദം എത്രത്തോളം കൂടി വരുന്നു എന്ന് കൂടി അദ്ദേഹം മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ സമയക്കുറവുണ്ട് സാർ, ദയവായി ക്ഷമിക്കണം. നമുക്ക് മറ്റൊരു അവസരത്തിൽ കുറച്ചുകൂടി സംസാരിക്കാം. നാലാമത്തെ എക്കോണമിയാണ് അത്. ശരി, എന്നോട് ക്ഷമിക്കണം, സമയക്കുറവുണ്ട്. നന്ദി ശ്രീ അഡ്വക്കേറ്റ് ബൈജു തെട്ടാല, ശ്രീ മിഥുൻ വിജയകുമാർ, ശ്രീ ജോസഫ് ആന്റണി, ഒപ്പം കേണൽ ഡിന്നി ഈ ചർച്ചയുടെ ഭാഗമായതിന്. ഏതായാലും നാളെയാണ് നമ്മുടെ സംഘം പുറപ്പെടുന്നത് ലോകരാജ്യങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ. നമസ്കാരം.